ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നമ്മുടെ ഇവിടെ അധികം പരിചയമില്ലാത്ത ഒരു കൊഴുക്കട്ടയാണ്. ഇതിൻ്റെ പേര് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പരിപ്പ് കൊഴുക്കട്ട എന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം പരിപ്പുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂട്രീഷ്യസ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇത് 1/4 കപ്പിൻ്റെ പാത്രത്തിൽ അളന്നെടുത്ത വലിയ പരിപ്പും കണ്ടോ, ചെറിയ പരിപ്പും കാണാനുണ്ട്. കളറും ചെറിയ വ്യത്യാസമുണ്ട്. ഈ വലിയ പരിപ്പ് കടലപ്പരിപ്പും കൊച്ചു കൊച്ചു കാണുന്നത് നമ്മുടെ തോമരപ്പരിപ്പുമാണ്. അതായത് തോമരപ്പരിപ്പും കടലപ്പരിപ്പും കാൽ കപ്പ് വീതം ഒരുമിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തതാണ് ഇത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ വെള്ളം കളഞ്ഞ് മാറ്റി വെക്കാം. അടുത്തത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നുമേ അല്ല, പിന്നെയോ അവലാണ്. ഈ അവല് നമ്മുടെ ഇവിടെ കിട്ടുന്ന അവലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചുമന്ന അവലാണ്, അതായത് നമ്മുടെ നെല്ലിൻ്റെ അവല്. കനം കുറഞ്ഞതല്ല, സ്വല്പം മീഡിയം കനമുള്ളതാണ്. 3 തരം അവലുണ്ട്. ആദ്യത്തേത് വീതി കുറഞ്ഞിത്തിരി നീളം കൂടി നല്ല കട്ടിയുള്ളത്, അതിവിടെ സാധാരണ കിട്ടാറില്ല. സാധാരണ കിട്ടുന്നത് നമ്മുടെ ഇവിടെയുള്ളവർ ഇടിച്ചുണ്ടാക്കിയ ഇടിമില്ലിലെടുത്ത് ഇടിച്ചുണ്ടാക്കിയ അവല് തന്നെയാണ്. ഇത് തന്നെ വെള്ള അവല് കുറച്ച് തീരെ തിന്നായിട്ട് കിട്ടും. അതല്ല, ഇത് മീഡിയം അവലാണ്. ഇത് 2 കപ്പ്. അപ്പോൾ 1/4 കപ്പ് പരിപ്പ്, 2 കപ്പ് അവല് ഒരു 10 മിനിറ്റ് കുതിർത്തു. കഴുകിയിട്ട് ആ ചുമപ്പും അതിലുള്ള അഴുക്കും എല്ലാം പോയിട്ട് 10 മിനിറ്റ് പുതിയ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത്. ഇതും വെള്ളം ഊറ്റി എടുക്കാം. നമുക്കിതിലോട്ട് ഇത് മാറ്റാം. അവല് വെള്ളം കുടിക്കും, അബ്സോർബ് ചെയ്യും. എന്നാലും ഒന്ന് അരിക്കണം, ഉണ്ടോ, അരിച്ചൂറ്റിയെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അരയ്ക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് അരഞ്ഞ് തീരെ അങ്ങോട്ട് മഷി പോലെയൊന്നും ആകണ്ട. കുറച്ച് നല്ല തരിതരിപ്പോടെ അരച്ചാൽ മതി. വെള്ളമൊക്കെ മാറിക്കിട്ടി. ഇത് പൾസ് ചെയ്ത് അരച്ചാൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. അതിൻ്റെ കൂടെ ചേർക്കാൻ നമുക്ക് ഇഞ്ചി വേണം, കുറച്ച് ഇഞ്ചി വേണം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് 1-2 കഷ്ണം ഇഞ്ചി എടുക്കാം. ഞാൻ 2 കഷ്ണമേ എടുക്കുന്നുള്ളൂ. പിന്നെ 2 പച്ചമുളക്, പിന്നെ 1 വത്തലുമുളക്, പിന്നെ ഒരു സാധനം കൂടെ ചേർക്കണം, തേങ്ങ ചിരണ്ടിയത് ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പായാലും മതി, പക്ഷേ 1 കപ്പ്. ഇത് 1 കപ്പാണ് ഈ കട്ടോരി. പിന്നെ ഒരു സ്വല്പം കായപ്പൊടി, ഇതിവിടെ വറുത്ത് പൊടിച്ച കായപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ മതി, അത്രയും ഞാൻ ഇടൂ. ഉപ്പ് വേണം. കുറച്ച് കരിവേപ്പില ഇടുന്നുള്ളൂ. കരിവേപ്പില ക്ഷാമം കാരണം. മല്ലിയില ഇടാൻ കേട്ടോ, പക്ഷെ മല്ലിയില ഇതിൻ്റെ കൂടെ ഇവിടെ ആർക്കും അത്ര പിടുത്തമില്ല. ഇതാണ് ചേർക്കുന്ന ഉപ്പ്. 1 ടീസ്പൂൺ തികച്ചില്ല, വേണമെങ്കിൽ കുഴച്ച് വെച്ചൊന്നുകൂടെ നോക്കാമല്ലോ. ഇത് ഞാൻ അരച്ച് കൊരകൊരാന്നരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അവല് കുതിർത്തത്. സ്വല്പം വെള്ളമയമൊക്കെ ഉണ്ട് ഇതിനിപ്പോഴും, പക്ഷേ കുഴയ്ക്കാനും ശകലം വേണമല്ലോ. അപ്പോൾ ഈ കുതിർത്ത കുറച്ച് നേരം ഊറാൻ വെച്ച നമ്മുടെ 2 കപ്പ് അവല് ഞാൻ ഈ കുഴയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇത്തിരി വെള്ളമുണ്ട്. നമ്മൾ ഈ അവലിന് വേണ്ട ഉപ്പും കൂടെ കുറച്ചിടണം. ഇവിടുന്ന് കുറച്ച്, അവിടെ കൂടുതലുണ്ടെങ്കിൽ അതിങ്ങോട്ട് പിടിച്ചോളും. എന്നാലും ഇതിന് ഒരു സ്വല്പം ഉപ്പ് വേണം. ഇനി ഈ അരച്ചതും ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ, എന്നാലും നല്ലോണം ഉണ്ട്. ഇത് ദേ കണ്ടോ, ഇതുമാതിരി എല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണയും ഉപയോഗിക്കുക ഇതിന്. ഇതെന്തിനാണ് ഞാൻ പോണേന്നറിയോ? നമ്മളിവിടെ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ആ കുഴച്ച് വെച്ചതിലേക്ക് കടുകും മുളകും ഉഴുന്നുപരിപ്പും
കരിയേപ്പിലയും കൂടെ പൊട്ടിച്ച് ആ എണ്ണയോടുകൂടി, അതിഷ്ടമുള്ള എണ്ണ, ആ എണ്ണയോടുകൂടി നമ്മൾ ഈ കുഴച്ചതിലേക്ക് ചേർക്കണം. ഒരു നല്ലപോലെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടുക്, പിന്നെ 1-2 വറ്റൽമുളക്, ഇനി കരിയേപ്പില. ഇതൊന്ന് പൊട്ടിക്കോട്ടെ. ഇനി നമുക്കിത് കുഴച്ച് വച്ചിരിക്കുന്ന മാവിലോട്ട് ഒഴിക്കാം. നോക്കൂ, ഇനി വീണ്ടും കുഴയ്ക്കണം. ചെറിയ ചൂട് കാണും കേട്ടോ ആദ്യം അങ്ങോട്ട് തൊടുമ്പോൾ, പിന്നെ ഇല്ല. നല്ല മണം വന്നു തുടങ്ങി. ഇപ്പം തന്നെ കായത്തിൻ്റെ ആ ലേശം ഇട്ടതിൻ്റെ മണം വരെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടാം. ഉരുട്ടുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉപ്പുമാവ് കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടിയ പോലെ തന്നെയാണ് ഇതിനും ഉരുട്ടുന്നത്. ഇനി ഇത് നീളത്തിൽ കൈ കൊണ്ടൊന്ന് അമർത്തുക. എൻ്റെ കൈ, വലത്തെ കൈ സ്വല്പം പെശകനാണെന്നറിയാമല്ലോ. നീളത്തിൽ ഉരുട്ടി, വട്ടത്തിൽ ഉരുട്ടിയ എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു വിരളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. ഉരുട്ടി കഴിഞ്ഞു, ആവി വന്നു. നമുക്കിത് ആവിയിലോട്ട് വയ്ക്കാം. കുറച്ച് തണുത്തിട്ടേ ഇതിൽ ഇങ്ങോട്ട് എടുക്കൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉടനെ ചൂടെ കൈകാര്യം ചെയ്യാൻ ചെന്നാൽ വിവരം അറിയും. കൈ പൊള്ളുമെന്നല്ല, ഉടഞ്ഞു പോകും. നമ്മളിപ്പോൾ എല്ലാം കുഴച്ചുരുട്ടി, ഒരുമിച്ചാക്കി കുഴച്ചുരുട്ടി, എന്നിട്ട് നീളത്തിലോ നിങ്ങൾക്ക് വട്ടത്തിലോ നിങ്ങൾക്ക് ഉരുളയായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയാകാം, എടുത്ത് നല്ല ആവി വരുന്ന അപ്പച്ചെമ്പിലെ ആവിയിലോട്ട് സ്ഥാപിച്ചു. അപ്പോൾ ഇനി അവിടെ ഒരു 5-6-7 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് താത്തി കൊടുക്കാം. തീ ഓൾറെഡി ആവി വന്നതാണ് ഞാൻ വയ്ക്കുമ്പോൾ. അപ്പോൾ എന്നിട്ട് ഒരു 8-10-12 മിനിറ്റ് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയിട്ട് കുറച്ച് തുറന്ന് വെച്ച് ആവി പോയി ശകലം തണുത്തിട്ട് മാത്രമേ ഇതിങ്ങോട്ട് തിരിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉതിർന്നു പോകും കയ്യിൽ നിന്ന്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഇപ്പോൾ വെന്തിട്ടുണ്ട്. തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും പിന്നെ ഒന്നുകൂടെ ഇപ്പോൾ കൂട്ടിയിട്ടും ഒരു 15 മിനിറ്റോളം വെച്ചു. ധാരാളം മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഓഫാക്കാം. അവിടെ ഇരുന്നോട്ടെ. ചൂടുണ്ട് എടുക്കുന്നിടത്ത്. കണ്ടോ, നോക്കൂ, ഇതാണ് ന്യൂട്രീഷ്യസ് കൊഴുക്കട്ട, അവൽ കൊഴുക്കട്ട. രണ്ടുപേരും പറയാം, അവൽ കൊഴുക്കട്ട എന്ന് പറയാം, പരിപ്പ് കൊഴുക്കട്ട എന്നും പറയാം. രണ്ടും ശരിയാണ്. പരിപ്പ് ചേരുന്നതുകൊണ്ട് കൂടുതൽ ന്യൂട്രീഷ്യസ് ആണ്. ഞാൻ കാണിച്ചു തന്നതുപോലെ എല്ലാവർക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം, പിന്നെ സ്നാക്കായിട്ട് 4 മണിക്ക് കഴിക്കാം, ഡിന്നറായിട്ട് രാത്രിയിലും കഴിക്കാം. ചമ്മന്തി അരച്ചതാണ് ഇതിൻ്റെ കൂടെ നല്ലത്. തേങ്ങാ ചമ്മന്തി, സ്വല്പം പച്ചമുളകും ചേർത്ത് വെളുത്ത ചമ്മന്തിയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അതും കൂടി എടുത്ത് കാണിച്ചു തരാം. പച്ചമുളകിട്ട് പച്ച തേങ്ങായും കൂടെ കൂടി ഒരു ഉള്ളിയോ വല്ലതും ചേർത്ത് ഒരൊറ്റ ചുമന്നുള്ളി കഷ്ണവും കൂടെ ചേർത്ത് അരച്ചതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു വെരി ന്യൂട്രീഷ്യസ് അവൽ കൊഴുക്കട്ട എന്ന പരിപ്പ് കൊഴുക്കട്ട. തീർച്ചയായിട്ടും നമ്മുടെ മെനു ലിസ്റ്റിൽ ഇതും ഉൾപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം.